ഇരുബലാത്സംഗ കേസുകളിലും ആശ്വാസവിധി എത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് പ്രത്യക്ഷപ്പെടാൻ സാധ്യത. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നാളത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ രാഹുൽ വോട്ട് ചെയ്തേക്കുമെന്ന സൂചന. അജിത് ബാബു നമുക്കൊപ്പമുണ്ട്. അജിത്ത്, അങ്ങനെ ശക്തമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കണ്ണാടിയിൽ നിന്ന് മുങ്ങിയതാണ് രാഹുൽ. ഇപ്പോൾ ആശ്വാസ ഉത്തരവുകൾ ലഭിച്ച, താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസ ഉത്തരവുകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ രാഹുൽ പൊങ്ങുമോ നാളെ? ബിനിൽ പോത്തന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, താൻ ഒളിവിലല്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉൾപ്പെടെ പറയുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ താൻ ഒളിവിലല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ പറയാൻ കഴിയും. 24-ാം വാർഡിൽ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുലിന്റെ വോട്ട്. അത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള എത്താനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നിലവിൽ അത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ എത്തിയാൽ സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പോൾ കോടതിയിൽ നിന്ന് ഈ സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താൻ ഒളിവിലല്ലെന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടിയായിരിക്കും രാഹുൽ ഇതിനെ ഉപയോഗിക്കുക. പക്ഷേ ബിനിൽ പോത്തൻ സൂചിപ്പിച്ചതുപോലെ കണ്ണാടിയിൽ നിന്ന് മുങ്ങിയ രാഹുലിനെ നാളെ ഇത്തരത്തിൽ പാലക്കാട് വീണ്ടും പൊങ്ങുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായും അത് വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾക്കടക്കം കാരണമാകും. അതിനുശേഷം ഈ വോട്ട് ചെയ്തതിനു ശേഷം സ്വാഭാവികമായും ഇറങ്ങി വന്നാൽ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളോട് രാഹുൽ എങ്ങനെ പ്രതികരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. ഏതാണെങ്കിലും നിലവിൽ അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇനി രാഹുൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയാൽ ഇത്രയും ദിവസം എന്തുകൊണ്ട് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ആ ഘട്ടത്തിൽ ഉയർന്നു വരും. അത് വലിയ തരത്തിലുള്ള വിമർശനമായി വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അജിത് ബാബു, അത് മാത്രമല്ല, ഇതിനൊപ്പം തന്നെ SITക്ക് രാഹുലിനെ പറ്റി വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്ന സൂചനകൾ, അല്ലെങ്കിൽ അവർ പങ്കുവച്ചിരുന്ന വിവരങ്ങൾ. പക്ഷേ രാഹുലിനെ ഇത്രനാൾ ഒളിവിൽ കഴിഞ്ഞിട്ടും പിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ നിയമത്തിന്റെ പരിരക്ഷ ലഭിച്ചുകൊണ്ട് രാഹുൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ സ്വാഭാവികമായിട്ടും പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, വിമർശനങ്ങൾ ഉയർന്നു വരും. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അയാളെ പുറത്താക്കുന്നതിനുള്ള തീരുമാനം വിശദീകരിച്ചിട്ടുള്ളത്. രാഹുലിനെ പിന്തുണച്ചിട്ടുള്ള ആളുകൾക്ക് പോലും പരസ്യമായി തള്ളിപ്പറയേണ്ട വന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. അപ്പോൾ രാഹുൽ ഇങ്ങനെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അവിടെ എത്തുമോ എന്നുള്ളതും, കോൺഗ്രസുകാർ ആരെങ്കിലും രാഹുലിനെ സ്വീകരിക്കാൻ എത്തുമോ എന്നുള്ളതും ഒരു കൗതുകമാണ്. ഇപ്പൊ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തേത്, ഈ നിയമപരമായ ഈ കാര്യങ്ങളാണെങ്കിൽ കൂടിയും കോടതിയിൽ നിന്ന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് SITക്ക് എന്തുകൊണ്ടാണ് രാഹുലിനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്നുള്ളത്. നാളെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് ആശ്വാസകരമായ സാഹചര്യം ഉണ്ടായത്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് പിടികൂടാൻ കഴിഞ്ഞത്? രാഹുൽ റഡാറിലാണെന്ന് ഉൾപ്പെടെ പറയുകയും പക്ഷേ രാഹുലിനെ പിടികൂടാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടായ പശ്ചാത്തലം ഏതാണെന്ന് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് വിശദീകരിക്കേണ്ടി വരും. നേരത്തെ തന്നെ അക്കാര്യത്തിൽ BJP ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതൊരു ഡീലിന്റെ ഭാഗമാണെന്ന് ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും ആ വിമർശനങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് രാഹുൽ വോട്ട് ചെയ്യാൻ വന്നാൽ സ്വാഭാവികമായും അതിൽ വിമർശനം ഉയർന്നു വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കോൺഗ്രസ് നേതൃത്വം രൂക്ഷമായ ഭാഷയിലാണ് രാഹുലിനെ തള്ളിപ്പറഞ്ഞത്. അതും ഏറ്റവും അവസാന ഘട്ടത്തിലാണ് രാഹുലിനൊപ്പം നിന്ന ആളുകൾക്ക് പോലും അത്തരത്തിൽ പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകുകയായിരുന്നു ചെയ്തത്. അതിനോട് രാഹുൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ സസ്പെൻഷനെ ഉൾപ്പെടെ രാഹുലിന്റേതായ നിർവചനത്തിലൂടെയായിരുന്നു പറഞ്ഞത്. ഒരു സസ്പെൻഷനുള്ള ആൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ രാഹുലിനെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും രാഹുലിന്റേതായ വിശദീകരണം ഉണ്ടാക്കുമോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. മൂന്നാമത്, പാലക്കാട് രാഹുലിന് കോൺഗ്രസിൽ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. രാഹുലിന്റെ ഫാൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അത്തരത്തിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമോ? സ്വാഭാവികമായും അവരൊക്കെ അതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം നാളെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട് എത്തിയേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ അജിത് ബാബു പങ്കുവെക്കുന്നത്.